തത്വമസി. അന്ന് രാവിലെ 9:30. പാർവതി ഇതികർത്തവ്യാമൂഢയായി നിൽക്കുകയാണ്. സജേഷും ദിലീപും പോലീസ് കസ്റ്റഡിയിലായി കഴിഞ്ഞിരിക്കുന്നുവെന്ന് ഏതാണ്ട് ഉറപ്പായി. ഇനി എന്തായിരിക്കണം അടുത്ത നടപടി എന്ന് ആലോചിക്കുകയാണ് അവൾ. പാർവതി. പ്രഭാകരന്റെ സ്വരം ശാന്തമായിരുന്നു. അവരെ പോലീസ് പൊക്കിന്ന് തന്നെ ഇരിക്കട്ടെ. അവന്മാർ എന്തായിരിക്കും പോലീസിനോട് പറയാൻ പോകുന്നത്? ഒരിക്കലും പ്രഭാകരൻ എന്നൊരു പേര് അവരുടെ വായിൽ നിന്ന് വീഴില്ല സാർ, അത് ഞാൻ ഉറപ്പു തരാം. പക്ഷേ നീ ഇപ്പോൾ വിളിച്ച ആ കോൾ അവർ ട്രേസ് ചെയ്താൽ അവർക്ക് ഈ സ്ഥലം കിട്ടില്ല. ടവർ ലൊക്കേഷൻ മാത്രമേ കിട്ടൂ. സാറിന് പോലീസിന് സംശയമില്ലാത്തിടത്തോളം കാലം ഒന്നും പേടിക്കണ്ട. വി ആർ സേഫ്. അയാൾ ഒന്നും മിണ്ടാതെ അവളുടെ കണ്ണുകളിലേക്ക് തന്നെ സൂക്ഷിച്ചു നോക്കി നിന്നു. നിന്നെ എനിക്ക് എത്ര വിശ്വാസമായിരുന്നു എന്ന് അറിയാമോ പാർവതി? നീ എത്ര പെർഫെക്റ്റ് ആയിട്ടാണ് ഇന്ന് വരെ ഓരോന്നും ചെയ്തത്. ഇവിടെ മാത്രം നിനക്കെന്താ പറ്റിയേ? ആദ്യം നീ ജോബിയെ വിട്ടു ആ കൊച്ചിനെ പൊക്കാൻ. ഇപ്പോൾ അവന്മാരുടെ അഡ്രസ്സില്ല. അത് കഴിഞ്ഞപ്പോൾ ദാ സജേഷും ദിലീപും. ഇങ്ങനത്തെ മിസ്റ്റേക്കുകൾ നമുക്ക് അഫോർഡ് ചെയ്യാനൊക്കുമോ? നീ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ. സോറി സാർ. പാർവതിയുടെ മുഖത്ത് ഭയം പതിയെ അരിച്ചു കയറുന്നുണ്ടായിരുന്നു. ഒരു കാര്യം ഓർത്താൽ നല്ലതാ. പ്രഭാകരൻ എടത്തറ എന്ന പേര് ഇതിലേതെങ്കിലും കേസിൽ വെളിയിൽ വന്നാൽ, എന്നെ അന്വേഷിച്ച് ഏതെങ്കിലും ഒരു പോലീസുകാരൻ ഇറങ്ങിപ്പുറപ്പെട്ടാൽ, അയാൾ അവളുടെ മുഖത്തേക്ക് തൻ്റെ മുഖം അടുപ്പിച്ചു. കൊന്നുകളയും ഞാൻ. അരിഞ്ഞ് ഹൈഡ്രോക്ലോറിക് ആസിഡിൽ ലയിപ്പിച്ച് കടലിലൊഴുക്കും. അറിയാമല്ലോ, മുൻപ് പല പ്രാവശ്യം നമ്മൾ രണ്ടും കൂടി ചെയ്തിട്ടുള്ള പരിപാടി. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. പാർവതിയുടെ മുഖം വിളറി വെളുത്തു. നീ പേടിക്കണ്ട. അയാൾ ചിരിച്ചുകൊണ്ട് അവളുടെ കവിളിൽ തലോടി. ഭാവിയിൽ കരുതിയിരിക്കണമെന്നേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ശിവാനന്ദ് നമ്മളിതുവരെ കണ്ടിട്ടുള്ള ഓഫീസേഴ്സിനെ പോലെ അല്ല സാർ. ഞാൻ ആദ്യം അയാൾക്ക് നല്ലൊരു തുക ഓഫർ ചെയ്തതാണ്. പക്ഷേ സാരമില്ല, എന്തെങ്കിലും ഒരിക്കൽ അവനുമായി കോർക്കേണ്ടി വരുമെന്ന് കരുതി തന്നെയാ ഞാൻ ഇരുന്നത്. ഞാനവനെ വിളിക്കാൻ പോവുക. ഇനി ഇതെനിക്ക് വിട്ടേരെ. അവനെ പൊക്കാൻ ഈ പീറ ഗുണ്ടകളെ വിട്ടതാണ് നമുക്ക് പറ്റിയ തെറ്റ്. ചില കാര്യങ്ങൾ നമ്മൾ നേരിട്ടിറങ്ങി ചെയ്തെങ്കിലേ ശരിയാവൂ. അയാൾ ജുബ്ബയുടെ പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്ത് ശിവാനന്ദിനെ ഡയൽ ചെയ്തു. അല്ലെങ്കിൽ വേണ്ട, അയാൾ കട്ട് ചെയ്തു. ആദ്യം ഞാൻ എൻ്റെ ഓഫീസിലെത്തട്ടെ, എന്നിട്ട് വിളിക്കാം അവനെ. ഞാൻ വിളിച്ചാൽ വരാതിരിക്കില്ല അവൻ. അത്രയധികം ഉപകാരങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് ഞാൻ പോലീസിന്. അയാൾ കുലുങ്ങി ചിരിച്ചുകൊണ്ട് പുറത്തേക്ക് നടന്നു. എറണാകുളം ജില്ലാ മജിസ്ട്രേറ്റ് ഓഫീസ്. രാവിലെ 11 മണി. കിഴവൻ മജിസ്ട്രേറ്റ് ശിവാനന്ദ് ഏൽപ്പിച്ച പേപ്പറുകളിലൂടെ കണ്ണോടിക്കുകയാണ്. ഇടയ്ക്കിടെ മൂക്കിൻ്റെ തുമ്പത്തിരിക്കുന്ന കണ്ണാടയ്ക്ക് മുകളിലൂടെ ശിവാനന്ദിനെയും അടുത്തു തന്നെ നിൽക്കുന്ന മാത്യൂസിനെയും നോക്കുന്നുണ്ട്. അയാൾ തൃപ്തനല്ലെന്ന് മുഖഭാവത്തിൽ നിന്ന് വ്യക്തമായിരുന്നു. ഒടുവിൽ, മിസ്റ്റർ ശിവാനന്ദ്. യെസ് സാർ. ശിവാനന്ദ് അറ്റൻഷനായി. നമ്മൾ തമ്മിൽ മുൻപും സംസാരിച്ചിട്ടുള്ള വിഷയമാണ്. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എങ്ങനെ ആയിരിക്കണമെന്ന്. യെസ് സാർ. ഈ ഡോക്യുമെന്റ്സ് കാണുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് താൻ ഒട്ടും മാറിയിട്ടില്ല എന്നാണ്. സാർ, സൈബർ സെല്ലിൻ്റെ റിപ്പോർട്ടുണ്ട്. അതിൽ എന്നെ വിളിച്ചിരിക്കുന്ന നമ്പർ പാർവതി നമ്പർ മിസ്റ്റർ പ്രഭാകരൻ്റെ സ്റ്റാഫാണ്. മാത്രമല്ല അവർ വിളിച്ചിരിക്കുന്ന ലൊക്കേഷൻ. സോ വാട്ട്? മജിസ്ട്രേറ്റ് അയാളെ തുടരാൻ അനുവദിച്ചില്ല. പ്രഭാകരനെ പോലെയുള്ള ഒരാളുടെ സ്ഥാപനങ്ങൾ റെയ്ഡ് ചെയ്യാൻ ഇതൊന്നും മതിയാവില്ല മിസ്റ്റർ ശിവാനന്ദ്. തനിക്ക് പാർവതിയെ സംശയമുണ്ടോ? ഉണ്ടെങ്കിൽ അവളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യൂ. അല്ലാതെ 4 വണ്ടി പോലീസുമായി ഒരു റെസിഡൻഷ്യൽ ഏരിയയിൽ ചെന്ന് തോന്നിയാസം കാണിക്കാൻ ഞാൻ സമ്മതിക്കുമെന്ന് താൻ കരുതുന്നുണ്ടോ? സാറിന് ഇതിൻ്റെ സീരിയസ്നെസ് മനസ്സിലായിട്ടില്ല. ക്രിസ്റ്റൽ മെത്ത് എന്നൊരു സാധനം ഇവിടെ എത്തിയിട്ടുണ്ടെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ലല്ലോ സാറിന്? ശിവാനന്ദിൻ്റെ മുഖം ചുവന്നിരുന്നു. ദാ ഇത് പിടിച്ചേ. ജഡ്ജി ആ ഫയൽ ശിവാനന്ദിന് നേരെ നീട്ടി. നൗ ഗെറ്റ് ഔട്ട്. എന്തെങ്കിലും സോളിഡ് എവിഡൻസുമായിട്ട് മാത്രം തന്നെ എൻ്റെ മുമ്പിൽ കണ്ടാൽ മതി. അണ്ടർസ്റ്റാൻഡ്? ശിവാനന്ദ് രൂക്ഷമായി എന്തോ പറയാനാഞ്ഞതാണ്. പക്ഷേ മാത്യൂസ് തടഞ്ഞു. ലെറ്റ്സ് ഗോ. പുറത്തേക്കിറങ്ങിയ ശിവാനന്ദ് ദേഷ്യം സഹിക്കാനാവാതെ തൻ്റെ ജീപ്പിൻ്റെ ബോണറ്റിൽ മുഷ്ടി ചുരുട്ടി ആഞ്ഞിടിച്ചു. ശിവാ! മാത്യൂസ് ഗൗരവത്തിലായി. എന്തൊക്കെ പറഞ്ഞാലും അയാളൊരു മജിസ്ട്രേറ്റാ. അബദ്ധത്തിൽ വായിൽ നിന്ന് എന്തെങ്കിലും വന്നാൽ പിന്നെ ആ തൊപ്പി വെക്കാൻ താൻ കൊതിക്കും. ആവേശമല്ല ഇപ്പോൾ വേണ്ടത്. ഒന്നാമത്തെ കാര്യം, താൻ ഉറങ്ങിയിട്ട് 2 ദിവസമായി. ഒന്ന് പോയി റെസ്റ്റ് എടുക്ക്. നമുക്ക് ഉച്ച കഴിഞ്ഞ് ഇനി എന്താ വേണ്ടെന്ന് തീരുമാനിക്കാം. കിഴവൻ പ്രഭാകരൻ്റെ ആളാ, എനിക്കറിയാം. ഷ്. മാത്യൂസ് അവൻ്റെ വായ് പൊത്തിക്കൊണ്ട് ചുറ്റും നോക്കി. അതാരും കേട്ടില്ല എന്ന് ഉറപ്പുവരുത്തി. എനിക്ക് റെസ്റ്റൊന്നും വേണ്ട സാർ. അവനെ പൊക്കണം എനിക്ക്. എന്നിട്ടുള്ള റെസ്റ്റൊക്കെ മതി. അവനെ നമ്മൾ പൊക്കിയിരിക്കും ശിവ. ആട്ടപ്പടലം പൂട്ടിയിരിക്കും. ഒന്നടങ്ങ് നീ.
ആ നിമിഷം ശിവാനന്ദിന്റെ ഫോൺ ബെല്ലടിച്ചു. ദാ നോക്ക്. ശിവാനന്ദ് അമ്പരപ്പോടെ ഫോൺ മാത്യൂസിന് നേരെ തിരിച്ചു പിടിച്ചു. അയാളാ ആ ചെറ്റ പ്രഭാകരൻ. അവൻ പല്ലുഞെരിച്ചു. ശിവ, ബി വെരി കെയർഫുൾ. പോലീസ് അയാളെ സ്പോട്ട് ചെയ്ത വിവരം അയാൾക്കറിയില്ല ഇതുവരെ. ഒന്നും അറിയാത്ത ഭാവത്തിൽ വേണം സംസാരിക്കാൻ. നോർമലായി സംസാരിക്കണം, കേട്ടോ താൻ? സമ്മതാർത്ഥത്തിൽ തലയാട്ടിക്കൊണ്ട് ശിവാനന്ദ് അറ്റൻഡ് ചെയ്ത് സ്പീക്കർ ഫോണിലിട്ടു. ശിവ. അപ്പുറത്തുനിന്നും പ്രഭാകരന്റെ പരുക്കൻ ശബ്ദം. പ്രഭു സാർ പറയൂ, കുറെ കാലമായല്ലോ. തനിക്ക് എന്നെയൊക്കെ വിളിച്ചാൽ എന്താടോ ഇടയ്ക്കൊക്കെ? സോറി സാർ, വല്ലാത്ത തിരക്കാണ് ഈയിടെ. ഓക്കെ, തൻ്റെ ജോലി നടക്കട്ടെ. ഞാൻ വിളിച്ചതേ, ഇന്നലെ തൻ്റെ കമ്മീഷണറുമായി സംസാരിച്ചായിരുന്നു. അപ്പോളാ അറിഞ്ഞത് ആ പയ്യൻ്റെ കാര്യം. നമ്മുടെ മെമ്പർ കൊളത്തുമാനയുടെ ചെക്കൻ. എന്നായിരുന്നു അവൻ്റെ പേര്? മറന്നുപോയല്ലോ. ജിജോ സാർ. ആ, അത് തന്നെ. കഷ്ടമായിപ്പോയല്ലേടാ. കുഞ്ഞു പിള്ളേർ കാട്ടിക്കൂട്ടുന്ന ഓരോ പരിപാടികൾ വിശ്വസിച്ച് കൊച്ചുങ്ങളെ സ്കൂളിൽ വിടാൻ പറ്റാതായി. അതെ സാർ. ശിവാനന്ദ് ദേഷ്യം കടിച്ചമർത്തിയാണ് ഓരോ വാക്കുകളും പറയുന്നത്. അപ്പ ഞാൻ ചിന്തിക്കുന്നത് എന്തെന്ന് വെച്ചാൽ, നമുക്ക് സമയം പോലെ രണ്ടാൾക്കും കൂടി ആ പയ്യൻ്റെ സ്കൂളിൽ ഒന്ന് പോകാം. ആ പ്രിൻസിപ്പൾ എൻ്റെ ഒരു പരിചയക്കാരനാ. നമുക്കെന്തായാലും ഇനി ഇങ്ങനൊരു സംഭവം നമ്മുടെ നാട്ടിൽ അനുവദിക്കാനാവില്ല. എന്ത് വില കൊടുത്തും നമ്മളിത് തടയണം. ഒരു ഫുൾ ഫ്ലെഡ്ജ്ഡ് ബോധവൽക്കരണം തന്നെ നടത്തണം. കാശ് എത്രയായാലും എനിക്കതൊരു വിഷയമല്ല. ആ ഒരു നിമിഷത്തെ ശിവാനന്ദിൻ്റെയും മാത്യൂസിൻ്റെയും മാനസികാവസ്ഥ വിവരണാതീതമായിരുന്നു. നിയന്ത്രണം നഷ്ടപ്പെട്ടു പോകാതിരിക്കാനായി കഷ്ടപ്പെടുകയായിരുന്നു രണ്ടുപേരും. താൻ തിരക്കില്ലെങ്കിൽ ഇന്നെൻ്റെ ഓഫീസിലേക്കൊന്ന് ഇറങ്ങ്. നമുക്ക് എല്ലാം ഒന്ന് ചർച്ച ചെയ്ത് തീരുമാനമാക്കിയിട്ട് പറ്റിയാൽ ഇന്ന് തന്നെ സ്കൂളിൽ പോകണം. എന്താ? ഞാൻ അങ്ങോട്ട് വിളിക്കാം സാർ. ഉച്ചകഴിഞ്ഞ് മിക്കവാറും ഫ്രീ ആയിരിക്കുമെന്ന് തോന്നുന്നു. ഓക്കെ, സീ യു സൂൺ. അതിരിക്കട്ടെ, ആരെങ്കിലും പിടി കിട്ടിയോ ഇതുവരെ? ഇല്ല സാർ, 1-2 പേരെ പൊക്കി. പക്ഷേ ആരും ഒന്നും തുറന്നു സമ്മതിക്കുന്നില്ല. പിന്നെ സാറിനറിയാമല്ലോ, പഴയ കാലമല്ല. ഒരു പരിധിയിൽ കൂടുതൽ ദേഹോപദ്രവം പറ്റില്ലല്ലോ. താൻ ടെൻഷൻ അടിക്കാതിരിക്കടോ, എല്ലാം നമുക്ക് ശരിയാക്കാം. അയാൾ ഫോൺ കട്ട് ചെയ്തു. ശിവ പല്ലുകൾ കടിച്ചാണ് പിടിച്ചിരുന്നത്. മുഖത്തെ പേശികളെല്ലാം വലിഞ്ഞു മുറുകിയിരിക്കുന്നു. എങ്കിലും മാത്യൂസിന്റെ സ്വരം ശാന്തമായിരുന്നു. ഞാൻ സീരിയസ് ആയിട്ടൊരു കാര്യം ചോദിക്കട്ടെ? താൻ നേരത്തെ പറഞ്ഞ പോലെ തനിക്ക് അയാളെ പൊക്കണോ? അതെന്താ സാർ അങ്ങനെ ചോദിച്ചത്? ശിവാനന്ദ് അമ്പരന്നുപോയി. അവനെ പൊക്കിയിട്ട് എന്തിനാ? അവനെപ്പോലെ ഒരാളെ എന്നേക്കുമായി അകത്തിടാൻ തന്നെ കൊണ്ടോ എന്നെ കൊണ്ടോ പറ്റുമോ? പിന്നെ ഐ തിങ്ക് മാത്യൂസ് പറയാൻ മടിച്ചു. പറയൂ സാർ. ശിവാനന്ദ് മാത്യൂസിന്റെ അരികിലേക്ക് നീങ്ങി നിന്നു. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ചിന്തിക്കാൻ പോലും പാടില്ലാത്തതാണ്. ബട്ട് ഐ തിങ്ക് വി ഷുഡ് കിൽ ഹിം. കൊന്നുകളയണം ആ പട്ടിയെ. മാത്യൂസ് പല്ലുഞെരിച്ചു. ഓഫ് കോഴ്സ് സാർ. പക്ഷേ എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ഓൾറെഡി അവൻ്റെ ദിവസങ്ങൾ എണ്ണപ്പെട്ട് കഴിഞ്ഞു. നമ്മളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. സാർ, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ശിവാനന്ദിൻ്റെ നെറ്റിയിൽ ചുളിവുകൾ വീണു. താൻ ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇന്നലെ വാൾട്ടർ പ്രഭാകരൻ്റെ വീട്ടിൽ അതിക്രമിച്ചു കയറി എന്നൊരു പരാതി കിട്ടിയിരുന്നില്ലേ? ഉവ്. ആ പരാതിയിൽ പറഞ്ഞ ഒരു കാര്യം ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചു. അയാളുടെ വീട്ടിൽ നിന്നും ആകെ മോഷണം പോയിരിക്കുന്നത് ഒരു ഫോട്ടോ മാത്രമാണ്. മിസ്റ്റർ പ്രഭാകരൻ്റെ ഫാമിലി ഫോട്ടോ. സാർ പ്ലീസ്, സാറിന് ഈ വൂഡുവിലൊക്കെ വിശ്വാസമുണ്ടെന്ന് മാത്രം എന്നോട് പറയരുത്. മാത്യൂസ് പുഞ്ചിരിച്ചു. ഞാൻ കണ്ടതും അനുഭവിച്ചിട്ടുള്ളതുമായ പല കാര്യങ്ങളും ഒരിക്കലും താൻ കേട്ടാൽ വിശ്വസിക്കില്ലടോ. ഒരനുഭവം വരുമ്പോൾ തനിക്കത് മനസ്സിലായിക്കോളൂ. ഓക്കെ സാർ, അതൊക്കെ പോട്ടെ. ഇനിയെന്താ അടുത്ത നീക്കം? ശിവാനന്ദ് വിഷയം മാറ്റാൻ ശ്രമിച്ചു. മാത്യൂസിനെ പോലെ അഭ്യസ്തവിദ്യനായ ഒരാൾ ഇങ്ങനെയൊക്കെ പറയുന്നത് ശിവാനന്ദിനെ ഒരൽപ്പം ആശങ്കയിലാക്കി എന്ന് വേണം പറയാൻ. താൻ അയാളെ പോയി കാണുന്നത് അപകടമാണ്. തീർച്ചയായിട്ടും തന്നെ അപകടപ്പെടുത്താനാണ് ഇപ്പോൾ ഈ വിളിച്ചിരിക്കുന്നത്. ശിവാനന്ദ് ഒന്നും മിണ്ടിയില്ല. നമുക്ക് തൽക്കാലം അയാളെ വിട്ടിട്ട് ആ ഡേവിഡ് ജോൺ എന്നവനെ ഒന്ന് ലൊക്കേറ്റ് ചെയ്താലോ? അവൻ്റെ ഇടത്താവളം നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അവിടെ ചെന്നൊരു അന്വേഷണം. അവനെ കിട്ടിയാൽ അവൻ വഴി നമുക്ക് പ്രഭാകരനിലെത്താം എന്ന് തോന്നുന്നു. പക്ഷേ എനിക്ക് പ്രഭാകരനൊന്ന് കാണണം സാർ. എനിക്ക് ആ പട്ടിയുടെ മുഖം ഒന്നുകൂടി കാണണം. ശിവാനന്ദ് പല്ലുകൾ ഞെരിച്ചു. സോറി ശിവ, ദാറ്റ്സ് വെരി ഡേഞ്ചറസ്. ഞാൻ സമ്മതിക്കില്ല. ശിവാനന്ദ് അതിന് മറുപടി പറയാതെ വണ്ടിയിൽ കയറി സ്റ്റാർട്ട് ചെയ്തു. വാൾട്ടർ ഹോട്ടലിന് താഴെ എത്തിയപ്പോഴേക്കും ഒരു ചെറുപ്പക്കാരൻ വന്ന് അസ്തദാനത്തിന് കൈനീട്ടി. ബിനീഷ് അയച്ചതാണ്. സാറിനെ പിറവത്തെത്തിക്കാൻ പറഞ്ഞിട്ടുണ്ട്. മുറി ഇംഗ്ലീഷിൽ അത്രയും പറഞ്ഞൊപ്പിക്കാൻ അയാൾ കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. ഗുഡ്, വരൂ.
വാൾട്ടർ ഹോട്ടൽ മുറ്റത്ത് തന്നെ പാർക്ക് ചെയ്തിരുന്ന ടൊയോട്ടോ ഇന്നോവയെ ലക്ഷ്യമാക്കി നടന്നു. എത്ര ദൂരമുണ്ട് ഏകദേശം? മൈ നെയിം ഈസ് രാജു. പ്രതീക്ഷിക്കാത്ത മറുപടി കേട്ട വാൾട്ടർ അമ്പരന്ന് അയാളെ നോക്കി. ഭാഷയുടെ പ്രശ്നമാണെന്ന് മനസ്സിലാക്കിയതും മന്ദഹസിച്ചുകൊണ്ട് അയാൾ കാറിനുള്ളിൽ കയറിയിരുന്നു. സീറ്റ് ചരിച്ച് പരമാവധി പുറകോട്ട് ചായ്ച്ച് അയാൾ പതിയെ തൻ്റെ കണ്ണുകളടച്ചു. ഫ്ലാഷ് ബാക്ക്. കഴിഞ്ഞ ഭാഗത്തിൻ്റെ തുടർച്ച. 20 വർഷങ്ങൾക്ക് മുൻപത്തെ ആ ദിവസം. മാർഗരറ്റ് കാർ റോഡിലേക്ക് ഇറക്കിയതും വാൾട്ടർ ശ്രദ്ധിച്ചു. എന്നും കാണുന്ന മാഗിയല്ല ഇത്. മുഖമാകെ വല്ലാതിരിക്കുന്നു. മാഗി? അയാൾ അവളുടെ തോളിൽ കൈവച്ചു. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എവിടെയാണ് ഈ ഡ്രഗ് ഡീൽ? ഡീറ്റെയിൽസ് പറയൂ. ഡ്രഗ് ഡീൽ ഒന്നുമില്ല വാൾട്ടർ. മാഗിയിൽ നിന്ന് ഒരു ദീർഘനിശ്വാസമുയർന്നു. വീട്ടിൽ വെച്ച് പറയാൻ പറ്റിയൊരു വിഷയമല്ല. അതാ ഞാൻ അങ്ങനെ പറഞ്ഞത്. വാട്ട്? വാൾട്ടർ അമ്പരന്നു. മാഗി ഇത്തരം കള്ളങ്ങൾ പറഞ്ഞിട്ടുള്ളതായി അയാൾക്ക് ഓർമ്മയില്ല. എന്തെങ്കിലും പ്രശ്നമുണ്ടോ മാഗി? പറയൂ പ്ലീസ്. നീയാകെ വല്ലാതിരിക്കുന്നു. മാഗി കാർ റോഡ് സൈഡിൽ ഒതുക്കി. വാൾട്ട്, എനിക്കൊരു കാര്യം പറയാനുണ്ട്. പക്ഷേ പ്ലീസ്, നീ എനിക്ക് വാക്ക് തരണം. വയലൻ്റ് ആകരുത് പ്ലീസ്. മാഗി അയാളുടെ കൈകൾ കടന്നെടുത്തു. കഴിഞ്ഞ 1 വർഷത്തിലധികമായി ഞാൻ മനസ്സിൽ സൂക്ഷിച്ച ഒരു രഹസ്യമാണ്. ഇന്നെനിക്കിത് നിന്നോട് പറഞ്ഞേ തീരും. മാഗി പ്ലീസ്. ഇങ്ങനത്തെ മുഖവരങ്ങളൊന്നും വേണ്ട എന്നോട്. എനിക്ക് തീരെ ക്ഷമയില്ലെന്നറിയാമല്ലോ. ഒരു നിമിഷം തല കുനിച്ചതിന് ശേഷം യാന്ത്രികമെന്നോണമാണ് അവൾ ആ വാചകം ഉരുവിട്ടത്. വാൾട്ട്, ഞാൻ വിവാഹിതയാകാൻ പോകുന്നു. വാട്ട്? നെഞ്ചിലൊരു വെടിയേറ്റതുപോലെയാണ് തോന്നിയത് വാൾട്ടറിന്. എന്താ പറഞ്ഞത്? സത്യമായിട്ട് പറഞ്ഞതാ വാൾട്ടർ. ഐ ആം ഗെറ്റിംഗ് മാരീഡ്. ആ കാറിനുള്ളിൽ ഒരു ബോംബ് പൊട്ടിത്തെറിച്ച അവസ്ഥ. ആരുമായിട്ട്? എന്നിട്ട് നീ ഇതുവരെ? വാൾട്ടറിന് വാക്കുകൾ വെളിയിൽ വരുന്നുണ്ടായിരുന്നില്ല. എനിക്കറിയാം വാൾട്ടർ, നീ ഷോക്കായി കാണും. പക്ഷേ മുഴുവൻ കേട്ട് കഴിയുമ്പോൾ, ഞാൻ ആരെയാണ് വിവാഹം കഴിക്കുമെന്ന് അറിയുമ്പോൾ നിനക്ക് മനസ്സിലാകും ഞാൻ എന്തുകൊണ്ട് ഇത്ര കാലം ഇത് മറച്ചുവെച്ചെന്ന്. പിന്നെ കുറേ നേരം നിശബ്ദതയായിരുന്നു. ആരാ ആൾ? ഒടുവിൽ വാൾട്ടർ ശാന്തനായി. എത്ര കാലമായി നിങ്ങൾ തമ്മിൽ? 1 വർഷം. നമ്മളിപ്പോൾ അയാളെ കാണാനാണ് പോകുന്നത്. നീ അവനെ കണ്ടു കഴിയുമ്പോൾ നിനക്കെല്ലാം മനസ്സിലാകും. വാൾട്ടർ ഒന്നും മിണ്ടാതെ സീറ്റിലേക്ക് ചാഞ്ഞു. മാർഗരറ്റ് വണ്ടി മുൻപോട്ടെടുത്തു. തുടർന്നുള്ള 10-15 കിലോമീറ്റർ ദൂരം അവർ രണ്ടാളും പൂർണ്ണ നിശബ്ദരായിരുന്നു. ഒടുവിൽ, വാൾട്ട്, നീ ആ ഷോറൂം കണ്ടോ? മാഗി ചൂണ്ടിക്കാണിച്ചു. ഗോൾഡീസ് എന്നായിരുന്നു ആ സ്ഥാപനത്തിൻ്റെ പേര്. ഒരു യൂസ്ഡ് കാർ ഷോറൂം. ഒരു വലിയ ഗ്ലാസ് ബോക്സ് നിലത്ത് കുഴിച്ചിട്ട പോലെയുള്ള ഒരു കെട്ടിടം. പ്രകാശമാനമായിരുന്ന അതിൻ്റെ ഉൾവശത്ത് നിരനിരയായി കിടക്കുന്ന പലയിനം കാറുകൾ കാണാമായിരുന്നു. കൂടുതലും 60-70 കാലഘട്ടങ്ങളിലെ വണ്ടികൾ. അതിമനോഹരമായിരുന്നു ആ കാഴ്ച. ആ കാറുകളുടെയും സ്ഥാപനത്തിൻ്റെയും ഉടമയാണ് എൻ്റെ ഫിയാൻസെ. അത് പറഞ്ഞപ്പോൾ മാഗിയുടെ കണ്ണുകൾ തിളങ്ങിയത് വാൾട്ടർ ശ്രദ്ധിച്ചു. വാൾട്ടർ ദീർഘമായി ശ്വസിച്ചുകൊണ്ട് ഡോർ തുറന്ന് വെളിയിലേക്ക് ഇറങ്ങി. മാഗി അയാളോട് അവിടെ വെയിറ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ട് നേരെ അകത്തേക്ക് കയറിപ്പോയി. വാൾട്ടർ 2 കൈകൊണ്ടും തൻ്റെ മുടിയിഴകളിൽ ഇറുക്കി പിടിച്ചുകൊണ്ട് മുഖം കാറിന് മുകളിലേക്ക് അമർത്തി. എന്താ ഇപ്പോൾ സംഭവിച്ചത്? അയാൾക്ക് വിശ്വസിക്കാനേ കഴിയുന്നില്ല. ഇത്ര വലിയ ഒരു രഹസ്യം മാഗി ഒളിപ്പിച്ചു വെച്ചതെന്തിന്? അതും 1 വർഷത്തോളം. വാൾട്ട്? മാഗിയുടെ വിളി കേട്ട് അയാൾ മുഖമുയർത്തി. വാട്ട്? മാഗിയുടെ തോളിൽ കൈയിട്ട് പുഞ്ചിരിയോടെ ആ കെട്ടിടത്തിൻ്റെ സ്റ്റെപ്പുകൾ ഇറങ്ങി വരുന്ന ആ ചെറുപ്പക്കാരനെ കണ്ടതും വാൾട്ടർ നടുങ്ങിപ്പോയി. ഈസ് ദിസ് ദ ഗായ്? ഇവനാണോ നിന്റെ ഫിയാൻസെ? അയാളുടെ നേരെ ചൂണ്ടിയ വാൾട്ടറുടെ വിരലുകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. യെസ് വാൾട്ട്, ഞാൻ തന്നെയാണ്. ആ മനുഷ്യൻ വാൾട്ടറിന് മുൻപിൽ വന്നു നിന്ന് ഹസ്തദാനത്തിനായി കൈനീട്ടി. മിൽട്ടൺ, വാട്ട് ദ ആർ യു ഡൂയിങ് ഇൻ ലൂസിയാന? നിന്റെ ഈ മുഖം ഇനി ഒരിക്കലും കാണാതിരിക്കാനാണ് ഞാൻ ആ നാട് തന്നെ ഉപേക്ഷിച്ചത്. മാഗി, വാൾട്ടർ അവൾക്ക് നേരെ തിരിഞ്ഞു. പ്ലീസ്, ഇതെല്ലാം ഒരു തമാശയാണെന്ന് പറയൂ. നീ ഈ മൃഗത്തെ വിവാഹം കഴിക്കുന്നത് എനിക്ക് ചിന്തിക്കാൻ പോലും ആകില്ല. നിനക്കറിയില്ല അവനെ. വാൾട്ടർ പല്ലി നെരിച്ചു. വാൾട്ടർ, നീ വയലൻ്റ് ആയില്ലെന്ന് എനിക്ക് വാക്ക് തന്നതാണ്. മാഗി അയാളുടെ തോളിൽ കൈവച്ചു. എനിക്ക് ഈ ലോകത്ത് ആകെ ഒരു ബന്ധു എന്ന് പറയാനുള്ളത് നീയാണ്. ദയവ് ചെയ്ത് എന്നെ മനസ്സിലാക്കണം. ഐ റിയലി ലവ് മിൽട്ടൺ. ഇനിയും ഈ ഒളിച്ചുകളി പറ്റില്ല ഞങ്ങൾക്ക്. നീ എതിർത്താലും ഇല്ലെങ്കിലും ഞങ്ങൾ വിവാഹിതരാകും, അതിൽ സംശയിക്കേണ്ട. സോ പ്ലീസ്, പഴയതെല്ലാം മറക്കൂ.
നിന്റെ ആ പഴയ മിൽട്ടൺ അല്ല ഇത്. പഴയ മിൽട്ടൺ. വാൾട്ടർ കാറിന്റെ ഡോർ വലിച്ചു തുറന്ന് അകത്തേക്ക് കയറാൻ ആഞ്ഞു. വാൾട്ട്! അയാളുടെ തോളിൽ മിൽട്ടന്റെ ബലിഷ്ഠമായ കരം അമർന്നു. നീ എന്നെ വിശ്വസിക്കില്ല. നിനക്കൊരു പക്ഷേ ഒരിക്കലും അതിനാകില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ നിനക്കുറപ്പ് തരാം. മാഗിയെ ഞാൻ ഒരിക്കലും സങ്കടപ്പെടുത്തില്ല വാൾട്ടർ. ഷീസ് മൈ ഗേൾ. തീർച്ചയായും നീ ഞങ്ങളുടെ വിവാഹത്തിനുണ്ടാകണം. എൻ്റെ ലൈഫിൽ ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യമായിരിക്കും അത്. നിന്റെ അപ്പൻ ജയിലിൽ നിന്നിറങ്ങിയോ? വാൾട്ടറുടെ ചോദ്യം രൂക്ഷമായിരുന്നു. ഗായ്സ് പ്ലീസ്. മാഗി ഇടയ്ക്ക് കയറി. നോ നോ നോ, അയാൾ ചോദിക്കട്ടെ മാഗി. മറ്റാരേക്കാളും ഇതൊക്കെ ചോദിക്കാൻ വാൾട്ടറിന് അവകാശമുണ്ട്. നിനക്കറിയില്ല ഞങ്ങൾ എത്ര ക്ലോസ് ആയിരുന്നുവെന്ന്. അതെ, വാൾട്ടർ സമ്മതിച്ചു. ഞങ്ങൾ വളരെ ക്ലോസ് ആയിരുന്നു മാഗി. ഒരുമിച്ച് കളിച്ച് വളർന്നതാണ് ഞങ്ങൾ. ഒരിക്കലും പിരിയില്ലെന്ന് കരുതിയ കൂട്ടുകാർ. അവസാനം എൻ്റെ പപ്പ ജയിലിൽ നിന്നിറങ്ങി വാൾട്ടർ. വാൾട്ടറിൻ്റെ സംസാരം തുടരാൻ അനുവദിക്കാതെ മിൽട്ടൺ പറഞ്ഞു തുടങ്ങി. ഒന്നും രണ്ടുമല്ല, 7 വർഷമാണ് ആ പാവം ഒരു കുറ്റവും ചെയ്യാതെ അഴിക്കുള്ളിൽ കിടന്നത്. അതെന്താ, മെഥേൻഫെഡമൈൻ ഉണ്ടാക്കുന്നതും വിൽക്കുന്നതൊന്നും കുറ്റമല്ലേ? വാൾട്ടറിന്റെ സ്വരത്തിൽ പുച്ഛമായിരുന്നു. നിനക്കെന്തറിയാം വാൾട്ട്? ശാന്തനായി മിൽട്ടൺ തുടർന്നു. ആരോ മനഃപൂർവ്വം ചതിച്ചതാണ് പപ്പയെ. അത് മനസ്സിലാക്കിയാണ് കോടതി ഇപ്പോൾ കേസിൽ അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കിയത്. നീ അന്വേഷിച്ചു നോക്ക് മിൽട്ടൺ. വാൾട്ടറിന്റെ സ്വരം അപ്പോൾ ശാന്തമായിരുന്നു. ഒരാളെ നമുക്ക് മയക്കുമരുന്ന് കേസിൽ കൊടുക്കണമെങ്കിൽ ഒരു പൊതിയിൽ അല്പം മരിയാന കഞ്ചാവ് പൊതിഞ്ഞ് അയാളുടെ വീട്ടിലോ മറ്റോ ഒളിപ്പിച്ചു വെച്ച് പോലീസിനെ വിളിച്ചാൽ മതി. പക്ഷേ അതാണോ അന്നവിടെ ഉണ്ടായത്? ഒന്നും രണ്ടുമല്ല, 30 കിലോ ക്രിസ്റ്റൽ മെത്താണ് അന്ന് അവിടെ നിന്നും കണ്ടെടുത്തത്. അതുമാത്രമല്ലല്ലോ, എല്ലാ സംവിധാനങ്ങളോടും കൂടിയ ഒരു മെത്ത് ലാബ് ഉണ്ടായിരുന്നില്ല നിന്റെ പപ്പയ്ക്ക്. ഇതൊക്കെ നിനക്ക് എങ്ങനെ അറിയാം വാൾട്ട്? മിൽട്ടൺ വീണ്ടും ഇടയ്ക്ക് കയറി. നീ ഉണ്ടായിരുന്നോ അവിടെ? ഒക്കെ നിന്റെ കേട്ടുകേൾവിയല്ലേ? നാട്ടുകാരും പത്രക്കാരും കൂടി ചമച്ചുണ്ടാക്കിയ കെട്ടുകഥ. അയാളുടെ സ്വരത്തിൽ ദേഷ്യം കലർന്നിരുന്നു. നിനക്കറിയില്ല ഞങ്ങൾക്ക് നഷ്ടമായത് എന്താണെന്ന്. എന്തിനും ഏതിനും കൂടെയുണ്ടാകും എന്ന വാക്ക് തന്ന നീ പോലും ആ സമയത്ത് എന്നെ ഉപേക്ഷിച്ചു. തകർന്ന് തരിപ്പണമായി പോയി എൻ്റെ കുടുംബം, എൻ്റെ അമ്മ, നിന്റെ പ്രിയപ്പെട്ട ആൻറ്റി ലോറൻ. മാനക്കേട് സഹിക്കാനാവാതെ മിൽട്ടൺ തുടരാനാവാതെ മുഖം പൊത്തി. ആൻറ്റി ലോറൻ? വാൾട്ടറും വല്ലാതായിപ്പോയി. ആൻറ്റിക്ക് എന്ത് പറ്റി? മരിച്ചുപോയ എൻ്റെ അമ്മ, അത്രയും അറിഞ്ഞാൽ മതി നീ. മിൽട്ടൻ്റെ മുഖം മുറുകിയിരുന്നു. എല്ലാം കഴിഞ്ഞു വാൾട്ടർ. ഇതെൻ്റെ പുതിയ ജീവിതമാണ്. പഴയതെല്ലാം ഞാൻ അവിടെ തന്നെ ഉപേക്ഷിച്ചു. ഇനി ഞാനും മാഗി മാത്രമുള്ള ഒരു പുതിയ ജീവിതം. അയാൾ അവളെ ചേർത്ത് പിടിച്ചു. നിനക്ക് അല്പമെങ്കിലും മനുഷ്യത്വമുണ്ടെങ്കിൽ ഞങ്ങളെ അനുഗ്രഹിച്ച് കൂടെ നിൽക്കാം. അതല്ലെങ്കിൽ വേണ്ട, നീ പൊയ്ക്കോളൂ. നിന്റെ ഇഷ്ടമാണ് വാൾട്ടർ. എന്തായാലും നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ. ഇത്രയും വർഷം കഴിഞ്ഞ് വീണ്ടും ഒരു പ്രാവശ്യം കൂടെ കണ്ടപ്പോൾ ഉണ്ടായ എൻ്റെ ആ സന്തോഷം പറഞ്ഞറിയിക്കാനാവില്ല വാൾട്ട്. കണ്ണീരിനിടയിലൂടെ മിൽട്ടൺ പുഞ്ചിരിച്ചു. അകത്തേക്ക് വെച്ച കാൽ വാൾട്ടർ പിൻവലിച്ചു. സാർ, ഡ്രൈവർ രാജീവിൻ്റെ ശബ്ദം വാൾട്ടറെ ചിന്തയിൽ നിന്ന് ഉണർത്തി. ഇനി നിങ്ങൾ ഓടിക്കണം, ഞാനിവിടെ ഇറങ്ങുന്നു. നേരെ പോയി ആദ്യത്തെ ലെഫ്റ്റ് എടുത്ത് 1 കിലോമീറ്റർ ഉള്ളിലേക്ക് ചെന്നാൽ ലെഫ്റ്റിൽ കാണുന്ന 2 നില വീടാണ്. എനിക്ക് വരാനാവില്ല. പോലീസ് അവിടെ നിരീക്ഷിക്കുന്നുണ്ട്. ഓക്കെ രാജു, താങ്ക് യു സോ മച്ച്. വാൾട്ടർ മുഖമമർത്തി തുടച്ചു. യു ഹെഡ് പെയിൻ? ഐ ഗിവ് മെഡിസിൻ. അയാൾ ഡാഷ്ബോർഡിൽ നിന്ന് പാരസെറ്റമോളിൻ്റെ ഒരു സ്ട്രിപ്പ് എടുത്ത് വാൾട്ടർക്ക് നീട്ടി. നോ, വാൾട്ടർ അത് ശ്രദ്ധിച്ചേയില്ല. സ്ട്രെയിറ്റ് ആൻഡ് ഫസ്റ്റ് ലെഫ്റ്റ്, അയാൾ പിറുപിറുത്തുകൊണ്ടേയിരുന്നു. രാജു താക്കോലേൽപ്പിച്ച് പുറത്തേക്കിറങ്ങി നടന്നാകുന്നു. വാൾട്ടർ കുറച്ചുനേരം കൂടി അവിടെ തന്നെ ഇരുന്ന് എന്തൊക്കെയോ ആലോചിച്ച് ഉറച്ചിട്ടാണ് പുറത്തേക്ക് ഇറങ്ങിയത്. തൊട്ടടുത്ത് തന്നെ കണ്ട ഒരു ചെറിയ ഷോപ്പിൽ നിന്നും അയാളൊരു വലിയ കുപ്പി സോഡ വാങ്ങി പുറത്തിറങ്ങി. അതുകൊണ്ട് തന്നെ മുഖം നന്നായി കഴുകി. തുടർന്ന് കുപ്പിയിൽ അവശേഷിച്ചിരുന്നത് വായിലേക്ക് കമഴ്ത്തിക്കൊണ്ട് ഡ്രൈവിംഗ് സീറ്റിലേക്ക് നടന്നു. വണ്ടിക്കുള്ളിൽ കയറിയിരുന്നതും എവിടെ നിന്നറിഞ്ഞില്ല ഒരു ഗ്രേ കളർ BMW X2 പാഞ്ഞു വന്ന് ഇന്നോവയെ തൊട്ടില്ല എന്ന മട്ടിൽ പുറകിൽ ബ്രേക്ക് ഇട്ടു. വാൾട്ടർ ഞെട്ടിത്തിരിഞ്ഞു നോക്കിയപ്പോൾ അതിൽ നിന്നും ഒരു ചെറുപ്പക്കാരൻ ഓടിയിറങ്ങി വരുന്നത് കണ്ടു. തൊട്ടടുത്തെത്തിയതും ഗ്ലാസ് താഴ്ത്താൻ അയാൾ ആംഗ്യം കാണിച്ചു. എന്നാൽ വാൾട്ടർ ഗ്ലാസ് താഴ്ത്തിയില്ല. പകരം ഡോർ തുറന്ന് വെളിയിലേക്കിറങ്ങി. മിസ്റ്റർ വാൾട്ടർ? ആ ചെറുപ്പക്കാരൻ പുറകോട്ട് ചുവടുവെച്ചുകൊണ്ട് തൻ്റെ ഷർട്ടിൻ്റെ സ്ലീവിനുള്ളിൽ നിന്ന് തള്ളി നിൽക്കുന്ന തോക്കിൻ്റെ അഗ്രം കാണിച്ചു കൊടുത്തു. പ്ലീസ്, ഇനി അടുത്തേക്ക് വരരുത്. ഡേവിഡ് ജോൺ. വാൾട്ടർ മുരണ്ടു. അയാളുടെ കണ്ണുകളിൽ അഗ്നി ജ്വലിക്കുന്നുണ്ടായിരുന്നു. ആ മുഖത്തേക്ക് നോക്കാനാവാതെ ഡേവിഡ് തല താഴ്ത്തിക്കളഞ്ഞു.
നിനക്കെന്നെ അറിയുമോ ഡേവിഡ്? വാൾട്ടർ കൈനീട്ടി അവൻ്റെ മുഖം നേരെ തിരിച്ചു. ഞാൻ ആരാണെന്നോ എനിക്ക് എന്തൊക്കെ ചെയ്യാനാകുമെന്നോ അറിഞ്ഞിട്ടാണോ നീ? എനിക്കറിയാം നിങ്ങളെ. നിങ്ങൾ ഇന്ത്യയിലെത്തുന്നതിന് മുൻപേ. താഴ്ന്നതാണെങ്കിലും ഡേവിഡിൻ്റെ സ്വരം ഉറച്ചതായിരുന്നു. നിങ്ങളെപ്പറ്റി എല്ലാം അറിഞ്ഞിട്ടാണ് ഞാൻ ഇതിനിറങ്ങി പുറപ്പെട്ടത്. വാൾട്ടർ ലെവിൻ, ദ ഗ്രേറ്റ് വൂഡു കില്ലർ ഫ്രം ലൂസിയാന. എല്ലാം എനിക്കറിയാമായിരുന്നു. വാൾട്ടർ കൈ പിൻവലിച്ചു. അയാളുടെ കണ്ണുകൾ കുറുകി വന്നു. എങ്ങനെ അറിഞ്ഞു നീ ഇതെല്ലാം? ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് ഉറപ്പു തരാം. ഡേവിഡ് തൻ്റെ കോളർ പിടിച്ച് നേരെയാക്കിക്കൊണ്ട് തുടർന്നു. ഞാനല്ല നിങ്ങളുടെ ശത്രു. ഗെറ്റ് ഇൻ ദ കാർ ഡേവിഡ്. വാൾട്ടർ ആംഗ്യം കാണിച്ചിട്ട് തിരിച്ച് ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിരുന്നു. ആളുകൾ ശ്രദ്ധിക്കുന്നു. കമോൺ, ഗെറ്റ് ഇൻസൈഡ്. ഒരു നിമിഷം സംശയിച്ചു നിന്ന ഡേവിഡ് നടന്ന് ഇന്നോവയുടെ പാസഞ്ചർ സീറ്റിൽ കയറിയിരുന്നു. വാൾട്ടർ, നീ ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് എന്തിനാണെന്ന് എനിക്കറിയാം. ഒന്നുകിൽ തൻ്റെ സുഹൃത്ത് ബിനീഷ് അല്ലെങ്കിൽ മാത്യൂസ് ആരെങ്കിലും തനിക്ക് ഈ സ്ഥലത്തെ പറ്റിയുള്ള ഇൻഫർമേഷൻ തന്നു കാണണം, അല്ലേ? അതല്ലല്ലോ നമ്മുടെ വിഷയം. അല്ല, ഡേവിഡ് സമ്മതിച്ചു. സ്റ്റെല്ല, അവളെ തിരിച്ചു വേണം നിങ്ങൾക്ക്, അല്ലേ? ആ പേരുച്ചരിച്ചതും വാൾട്ടറുടെ ഉരുക്കുമുഷ്ടി ഡേവിഡിൻ്റെ മൂക്ക് തകർത്തതും ഒരുമിച്ചായിരുന്നു. വാൾട്ടർ, പ്ലീസ്. വീണ്ടും ഒരിക്കൽ കൂടി വാൾട്ടറുടെ കൈ ഉയർന്നപ്പോൾ ഡേവിഡ് ഇടത് കൈ ഉയർത്തി തടഞ്ഞു. ഒപ്പം തന്നെ തൻ്റെ അടിവയറ്റിൽ അമർന്ന തോക്കിൻ കുഴൽ വാൾട്ടർ തിരിച്ചറിഞ്ഞു. മജിസ്ട്രേറ്റ് ഓഫീസിന് മുൻപിൽ മാത്യൂസും ശിവാനന്ദനുമായുള്ള സംഭാഷണം തുടരുന്നു. പക്ഷേ എനിക്ക് പ്രഭാകരനൊന്ന് കാണണം സാർ. എനിക്ക് ആ പട്ടിയുടെ മുഖം ഒന്നുകൂടി കാണണം. ശിവാനന്ദ് പല്ലുകൾ ഞെരിച്ചു. സോറി ശിവ, ദാറ്റ്സ് വെരി ഡേഞ്ചറസ്. ഞാൻ സമ്മതിക്കില്ല. ശിവാനന്ദ് അതിന് മറുപടി നൽകാതെ വണ്ടിയിൽ കയറി സ്റ്റാർട്ട് ചെയ്തു. ശിവ, മാത്യൂസിന് കലി വന്നു. തോന്നിയാസം കാണിക്കാനാണ് ഭാവമെങ്കിൽ അയാളും വണ്ടിയിലേക്ക് കയറി. സാറ് പേടിക്കണ്ട. ശിവന്റെ ശബ്ദം ഉറച്ചതായിരുന്നു. മണ്ടത്തരമൊന്നും കാണിക്കില്ല ഞാൻ. ഒരു കാര്യം ഉറപ്പാണ്, ഈ കേസ് കഴിയുമ്പോഴത്തേനും എനിക്ക് ഭ്രാന്താകും. എല്ലാം ആകെ കുഴഞ്ഞും മറിഞ്ഞിരിക്കുന്നു. അതിനിടയ്ക്ക് ദേ ഒരു പുതിയ അവതാരം കൂടി, ഡേവിഡ് ജോൺ. ആരാ പിശാച്? പുല്ലുപോലെ രണ്ടെണ്ണത്തിന് എൻ്റെ മുമ്പിലിട്ട് തീർത്തു കളഞ്ഞത്. സൈക്കോ കില്ലറാണ് അവൻ. അവൻ എന്തിന് എന്നെ ഹെൽപ്പ് ചെയ്യാൻ വന്നു? ഉറക്കക്ഷീണം ശിവാനന്ദന്റെ ചിന്തകളെ ആകെ തകിടം മറിച്ചിരിക്കുന്നുവെന്ന് മാത്യൂസിന് മനസ്സിലായി. അയാളുടെ മുഖത്ത് സഹാനുഭൂതി നിറഞ്ഞു. ഇതിനേക്കാളും കുഴഞ്ഞ കേസുകളും നമ്മൾ അന്വേഷിച്ചിട്ടില്ലേ ശിവ? സാർ അന്വേഷിച്ചിട്ടുണ്ടായിരിക്കും. എൻ്റെ ലൈഫിൽ ഇതാദ്യമാണ്. ഇനി ഇതധികം നീണ്ടുപോകില്ലടോ. അറ്റ്ലീസ്റ്റ് നമുക്ക് ആൾക്കാരെ തിരിച്ചറിയാനായല്ലോ. ഇനി അവന്മാരെ ഊരിപ്പോകാത്ത വിധം കൊടുക്കാനുള്ള വഴി അന്വേഷിക്കണം. അത്രയേ ഉള്ളൂ. മാത്യൂസ് അവൻ്റെ തോളിൽ കൈവച്ചു. ശിവാനന്ദ് ഒന്നും മിണ്ടാതെ കുറേ നേരം മാത്യൂസിൻ്റെ മുഖത്തേക്ക് നോക്കിയിരുന്നു. സാറിനെപ്പറ്റി ഞാൻ കേട്ടിരുന്നത് ഇതൊന്നുമായിരുന്നില്ല. തീപ്പൊരി പോലെ പാറി നടന്നിരുന്ന ഒരു ചുണക്കുട്ടിയായിരുന്നു ഞാൻ കേട്ട മാത്യൂസ് തരകൻ. അതൊക്കെ ശരിയാണടോ. ഒരു കാലത്ത് ഞാനും തന്നെ പോലെ തന്നെയായിരുന്നു. പ്രായത്തിൻ്റെ എടുത്തുചാട്ടമൊക്കെ എനിക്കുണ്ടായിരുന്നു ഒരു കാലത്ത്. പക്ഷേ പിന്നീട് പതിയെ ഞാൻ തിരിച്ചറിഞ്ഞു, വിവേകം എന്നൊരു സാധനം നമുക്ക് കിട്ടിയിട്ടുള്ളത് ഉപയോഗിക്കാനാണ്. ഒരാവേശത്തിന് നീ ഇപ്പോൾ പ്രഭാകരൻ്റെ അടുത്തേക്ക് ഓടിയങ്ങ് ചെന്നാൽ പിന്നെ ഈ 2 ദിവസമായിട്ട് കിടന്നോടിയതും കഷ്ടപ്പെട്ടതുമെല്ലാം ചിലപ്പോൾ അവൻ്റെ ഒരു ബുള്ളറ്റിൽ തീരും. കുറച്ചുകൂടി പ്രായമായി കഴിയുമ്പോൾ നിനക്കത് മനസ്സിലാകും. തൽക്കാലം നമുക്ക് ക്ഷമയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാം. ഓക്കെ സാർ, സാറ് പറയുന്ന പോലെ ഞാൻ ചെയ്യും. ശിവാനന്ദൻ്റെ ശബ്ദം താഴ്ന്നിരുന്നു. പക്ഷേ സാർ ഒരു കാര്യം മനസ്സിലാക്കണം. ഐ നോ എക്സാക്ട്ലി വാട്ട് ടു ഡു ഹിയർ. പക്ഷേ എൻ്റെ കൈയും കാലും കെട്ടിവെച്ചിരിക്കുകയാണ്. ഐ കാൺ ബെയർ ദിസ് എനിമോർ. അയാളുടെ വിരലുകൾ സ്റ്റിയറിങ്ങിൽ മുറുകി. ടേക്ക് എ ബ്രേക്ക് ശിവ. നന്നായി ഒന്ന് ഉറങ്ങ്. അത് കഴിഞ്ഞ് നമുക്ക് വീണ്ടും സംസാരിക്കാം. ഇനി ഇവിടെ എന്തൊക്കെ നടന്നാലും ഞാൻ നോക്കിക്കൊള്ളാം. ദാ സമയം ഉച്ചയായി. എനിക്കിനി നേരെ എയർപോർട്ടിലേക്ക് ചെല്ലണം. ആ FBI ഏജന്റ് വരുന്നുണ്ട്, ഫോക്സ് ട്രൈഡർ. ശിവാനന്ദ് തല ഉലുക്കി. പാർവതി നമ്പ്യാർ. പ്രഭാകരൻ പോയതിനു ശേഷം ഒരു വെരുകിനെ പോലെ നടക്കുകയായിരുന്നു അവൾ. തന്നെ ഏൽപ്പിച്ചിരുന്ന 2 ദൗത്യങ്ങളും ദയനീയമായി പരാജയപ്പെട്ടിരിക്കുകയാണ്. ആദ്യത്തെ അനുഭവമാണ് അവൾക്കിത്. ആദ്യം സ്റ്റെല്ലയെ കൂട്ടിക്കൊണ്ടുവരാനായിട്ട് അയച്ച ജോബിയും ശവിയും, പിന്നെ ഇന്ന് രാവിലെ അയച്ച സജേഷും ദിലീപും. എല്ലാവരും മിസ്സിംഗ്. ജോബിയുടെയും രവിയുടെയും ഫോൺ ഓഫ്. ഓരോ പ്രാവശ്യം അവരെ വിളിച്ചു കഴിയുമ്പോഴും അവളുടെ പിരിമുറുക്കം കൂടി വന്നു. ഒടുവിൽ അവൾ പ്രഭാകരനെ തന്നെ വിളിച്ചു. സാർ. പറയൂ കുട്ടി. ഞാൻ ഇപ്പോൾ ശിവാനന്ദനെ വിളിച്ച് വെച്ചതേ ഉള്ളൂ. അയാൾ ഉച്ച കഴിഞ്ഞ് വരുമെന്ന് തോന്നുന്നു. ഞാൻ ആ ഡേവിഡിൻ്റെ പിറവത്തെ വീട്ടിലേക്ക് പോവുകയാണ് സാർ. ജോബിക്കൊക്കെ എന്താ പറ്റിയെന്ന് കണ്ടുപിടിക്കണം. പിന്നെ ആ പെൺകുട്ടി സ്റ്റെല്ല, അവളെ ഞാൻ കൊണ്ടുപോകുന്നോളാം. നേരിട്ട് ഇറങ്ങിയാലേ വല്ലതും നടക്കൂ.
നീ ഒറ്റയ്ക്കോ? ഒറ്റയ്ക്കല്ല, നമ്മുടെ 2 പിള്ളേരെയും കൂട്ടുന്നുണ്ട്. ആലോചനയോടെയാണ് അയാളത് സമ്മതിച്ചത്. ഈ സ്ഥലം തനിക്കെങ്ങനെ കിട്ടി? ഡേവിഡിൻ്റെ വീട്. ജോബി എനിക്ക് ലൊക്കേഷൻ അയച്ചു തന്നിട്ടാണ് വീടിനുള്ളിലേക്ക് കയറിയത്. അതിനുശേഷമാണ് അവന്മാർ മിസ്സായിരിക്കുന്നത്. ഒരു കാര്യം പാർവതി, പറയൂ സാർ. ആ ഡേവിഡ് ജോൺ എന്ന് പറഞ്ഞവനെ അവിടെ എങ്ങാനും കണ്ടാൽ എൻ്റെ ഒരു പ്രത്യേക അന്വേഷണം അറിയിച്ചേക്കണം. പിന്നിൽ നിന്ന് കുത്തുന്നവന്മാരെ എനിക്ക് വളരെ ഇഷ്ടമാണെന്ന് ഒന്ന് പറഞ്ഞേരെ. പാവം, നല്ലൊരു പയ്യനാർന്നു. സാർ, വേണമെങ്കിൽ അവനെ... വേണ്ട, അവനെ എനിക്ക് വേണം. പ്രഭാകരൻ പല്ലിഞ്ഞിരിക്കുന്ന ശബ്ദം കേൾക്കാമായിരുന്നു. പിന്നെ താമസിച്ചില്ല. അവൾ തൻ്റെ സ്ഥിരം അംഗരക്ഷകനായ മനു എന്ന മനോജിനെയും മാത്തുക്കുട്ടി എന്ന മത്തായിയുമായി പിറവത്തിലേക്ക് പുറപ്പെട്ടു. സ്റ്റെല്ലയെ നിർബന്ധിച്ച് ഭക്ഷണം കഴിപ്പിക്കുകയായിരുന്നു നതാലിയ. ഡേവിഡ് മടങ്ങിയെത്തിയിരുന്നില്ല. മിൽട്ടൺ ആകട്ടെ ഡൈനിങ് ടേബിളിന് മുകളിൽ തൻ്റെ പിസ്റ്റൾ അഴിച്ച് പല ഭാഗങ്ങളാക്കി നിരത്തിവെച്ച് തുടച്ച് മിനുക്കുകയാണ്. നതാലിയ, സ്റ്റെല്ല പതിഞ്ഞ സ്വരത്തിൽ വിളിച്ചു. വർത്തമാനം പിന്നെ പറയാൻ കുട്ടി, ആദ്യം ഭക്ഷണം കഴിക്കൂ. ഗൗരവത്തിലായിരുന്നു നതാലിയ. ഇന്നലെ ഇവിടെ നിന്ന് ആ മനുഷ്യരെ നീ കൊന്നുകളഞ്ഞല്ലേ ഒറ്റയ്ക്ക്? ആര് പറഞ്ഞു? ഞാനാരെയും കൊന്നിട്ടില്ല. എന്തൊക്കെയാ നീ പറയുന്നത്? കോഴിയെ കൊല്ലും പോലെയാണോ മനുഷ്യരെ? നതാലിയ അമ്പരന്ന് നോക്കി അവളെ. യു ആർ വെരി ഡേഞ്ചറസ് പേഴ്സൺ. മനസ്സിലൊരല്പം പോലും ദയയില്ലാത്ത കൊടും ക്രൂരയായ ഒരു... സ്റ്റെല്ല. നതാലിയ പുഞ്ചിരിച്ചുകൊണ്ട് അവളുടെ പ്ലേറ്റിൽ നിന്ന് ഏതാനും ചിപ്സ് എടുത്ത് വായിലിട്ടു. നമ്മൾ ആരെയും ഒറ്റനോട്ടത്തിൽ വിലയിരുത്തരുത് കുട്ടി. ആ മനുഷ്യനാരാ? അവൾ ശബ്ദം താഴ്ത്തി മിൽട്ടന് നേരെ കൈ ചൂണ്ടി ചോദിച്ചു. അയാളൊരു മിസ്റ്റർ മിൽട്ടൺ ആണെന്ന് മാത്രമേ എനിക്കറിയാമായിരുന്നുള്ളൂ. പക്ഷേ വേറെ എന്തൊക്കെയോ കൂടിയാണെന്ന് അയാൾ എനിക്കിപ്പോൾ തോന്നുന്നുണ്ട്. നമുക്ക് കാണാം. അയാൾ പറഞ്ഞിട്ടാണോ നിങ്ങളെന്നെ? യെസ്, പക്ഷേ അത് മാത്രമല്ല കാരണം. നിനക്കത് വഴിയെ മനസ്സിലായിക്കൊള്ളും. തൽക്കാലം ഭക്ഷണം കഴിക്കും. പെട്ടെന്നാണ് പുറത്തൊരു വണ്ടി വന്നു നിൽക്കുന്ന ശബ്ദം കേട്ടത്. ചാടി എണീറ്റ നതാലിയ തിടുക്കത്തിൽ സ്റ്റെല്ലയെ ബെഡ്റൂമിലാക്കി വാതിൽ ലോക്ക് ചെയ്തു. തിരിച്ചു വന്നപ്പോൾ പീപ്പ് ഹോളിലൂടെ പുറത്തേക്ക് നോക്കി നിൽക്കുന്ന മിൽട്ടണെയാണ് അവൾ കണ്ടത്. ആരാ? ഡേവിഡാണോ? അല്ലെന്നർത്ഥത്തിൽ അയാൾ തലയാട്ടിക്കൊണ്ട് ശബ്ദം താഴ്ത്തി മന്ത്രിച്ചു. പാർവതിയാണ്. കൂടെ വേറെ 2 പേരുമുണ്ട്. ആരാ ഈ പാർവതി? നതാലിയയ്ക്ക് മനസ്സിലായില്ല. അവർ സ്റ്റെല്ലയെ കൊണ്ടുപോകാൻ വന്നതാകണം. ഞാൻ ആ തോക്കൊന്ന് അസംബിൾ ചെയ്യട്ടെ, എന്നിട്ട് കഥ തുറക്കാം. നതാലിയ അകത്ത് കയറി വാതിൽ ലോക്ക് ചെയ്തോളൂ. അവൾ ഒന്നും മിണ്ടാതെ അവിടെ തന്നെ നിന്നതേയുള്ളൂ. ആരാണീ പാർവതി? വാതിലിൽ തട്ടുകേട്ടു തുടങ്ങി. വെറുതെ കൈകൊണ്ടുള്ള മുട്ടല്ല, ഭാരമുള്ള എന്തോ കൊണ്ടാണ് മുട്ടുന്നത്. 1 മൊമെന്റ് പ്ലീസ്. മിൽട്ടൺ തോക്ക് അസംബിൾ ചെയ്യുന്നതിനിടയ്ക്ക് ഉറക്കെ വിളിച്ചു പറഞ്ഞതും തട്ടുനിന്നു. ഒടുവിൽ ഏതാണ്ട് 2 മിനിറ്റുകൾക്ക് ശേഷം എല്ലാം തയ്യാറാണെന്ന് ഉറപ്പുവരുത്തി തോക്കിൻ്റെ സേഫ്റ്റി വിടുവിച്ചിട്ട് ഒരു പ്രാവശ്യം കൂടി പീപ്പ് ഹോളിലൂടെ നോക്കി വാതിൽ തുറക്കാനൊരുങ്ങുന്ന മിൽട്ടനെ കണ്ട് നതാലിയയ്ക്ക് ചിരി വന്നു. അവൾ പതിയെ ഹാളിൽ നിന്നും ബെഡ്റൂമിലേക്കുള്ള ഇടനാഴിയിലേക്ക് മാറി ഭിത്തിയോട് ചേർന്ന് മറഞ്ഞു നിന്നു. ഹേയ് പാർവതി! നിറഞ്ഞ ചിരിയോടെ മിൽട്ടൺ അതിഥിയെ വരവേറ്റു. മിൽട്ടൺ? പാർവതി അമ്പരന്നു. നിങ്ങളെ ഞാനിവിടെ തീരെ പ്രതീക്ഷിച്ചില്ല. വെൽ, മിൽട്ടൺ കൈമലർത്തിക്കൊണ്ട്, ഞാനാണ് തൽക്കാലം ഇവിടുത്തെ ഗൃഹനാഥൻ. എന്താ വേണ്ടത് നിങ്ങൾക്ക്? ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു? കണ്ടത് നന്നായി മിൽട്ടൺ. പാർവതി പുഞ്ചിരിച്ചുകൊണ്ട് അകത്തേക്ക് കയറി. ഒപ്പം കൂടെ വന്ന 2 പേരും. എന്താ ഉദ്ദേശം? പറയൂ. മിൽട്ടൺ അവളെ ഒരു സോഫയിലേക്ക് ആനയിച്ചു. നേരെ കാര്യത്തിലേക്ക് കടക്കാം മിസ്റ്റർ മിൽട്ടൺ. പാർവതി പെട്ടെന്ന് ഗൗരവത്തിലായി. നമ്മൾ തമ്മിൽ ഒരു ഡീലുണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? ഒരു വെർബൽ കോൺട്രാക്റ്റ്. ക്ഷമിക്കണം, മിൽട്ടൺ ഇടയ്ക്ക് കയറി. നമ്മൾ തമ്മിലല്ല, ഞാനും മിസ്റ്റർ പ്രഭാകരൻ തമ്മിൽ. വെരി ഗുഡ്. അപ്പോൾ നിങ്ങൾക്കറിയാം, മിസ്റ്റർ പ്രഭാകരൻ എന്ന മനുഷ്യനോട് വാക്യവ്യത്യാസം കാണിച്ചിട്ട് ഈസി അങ്ങ് ഊരിപ്പോകാമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ മിൽട്ടൺ? ഇതൊക്കെ ആലോചിച്ചിട്ട് ചെയ്യേണ്ട കാര്യങ്ങളല്ലേ? ഒന്നുമല്ലെങ്കിലും നിങ്ങളൊരു ഫോറിൻ കൺട്രിയിലാണെന്നെങ്കിലും ഓർക്കണമായിരുന്നില്ലേ? ഭീഷണിപ്പെടുത്തുകയാണോ പാർവതി? പോക്കറ്റിലെ തോക്കിൽ സ്പർശിച്ചുകൊണ്ടാണ് മിൽട്ടന്റെ ചോദ്യം. യെസ്, അവൾ എഴുന്നേറ്റു. ഭീഷണി തന്നെയാണ്. മര്യാദയ്ക്ക് ഇപ്പോൾ നീ കൂടെ വരികയാണെങ്കിൽ എല്ലാം മറന്നു കളയാൻ ഞങ്ങൾ തയ്യാറാണ്. ആ പാവം പെൺകുട്ടിയെയും ഉപദ്രവിക്കേണ്ടി വരില്ല. നേരെ മറിച്ച് ഒരു ഫൈറ്റാണ് ലക്ഷ്യമെങ്കിൽ, ബ്രദർ, ഈ കൂടെ വന്നിരിക്കുന്നവന്മാരുണ്ടല്ലോ, തൻ്റെ സകല എല്ലും തല്ലി ഒടിച്ചിട്ടേ ഇവിടെ നിന്നിറങ്ങും. ഓക്കെ. അയാൾ തലയാട്ടി. ഞാനൊന്ന് ആലോചിക്കട്ടെ. കൊച്ചുപിള്ളേർ പഠിക്കുന്ന സ്കൂളുകളിൽ ഡ്രഗ്സ് വിൽക്കുന്ന പരമദ്രോഹിയാണ് നിന്റെ ബോസ്. ഞാനത് അന്നേ അയാളോട് പറഞ്ഞതാ ആ പരിപാടിക്ക് എന്നെ കിട്ടില്ലെന്ന്. എന്നിട്ട് അവസാനം ആ പയ്യൻ്റെ ജീവനെടുത്തപ്പോൾ പുണ്യവാളനാവല്ലേ മിൽട്ടൺ?
പാർവതിയുടെ മുഖത്ത് പുച്ഛം നിറഞ്ഞു. നീയാണ് ഈ സാധനം ഈ നാട്ടിൽ കൊണ്ടുവന്നതെന്ന് മറക്കരുത്. ഓക്കെ, കൂടുതൽ സംസാരിക്കുന്നില്ല, ഞാനൊന്ന് ആലോചിക്കട്ടെ. എന്നിട്ട് മിസ്റ്റർ പ്രഭാകരനെ വിളിച്ച് പറഞ്ഞോളാം. പാർവതിക്ക് പോകാം. അയാൾ നടന്നു ചെന്ന് കതക് തുറന്നു പിടിച്ചു. അങ്ങനെ പോകുന്നത് എങ്ങനെയാ മിൽട്ടൺ? അവൾ ചിരിച്ചുകൊണ്ട് അവനോട് ചേർന്ന് നിന്നു. തന്നെ കണ്ടതു മുതൽ എനിക്കൊരാഗ്രഹമുണ്ട്. ഞാൻ ആരോടും പറഞ്ഞില്ലെന്നേ ഉള്ളൂ. അവൾ ചുണ്ട് കടിച്ചു പിടിച്ച് ചിരിച്ചു. എനിക്ക് മനസ്സിലായില്ല. മിൽട്ടൺ അവളെ പതിയെ തള്ളിയകറ്റി. എന്താ ഉദ്ദേശം? ദാ ഇത് തന്നെ. അവളൊരു തോക്കുയർത്തി കാണിച്ചു. വാട്ട് ദ... മിൽട്ടൺ ഞെട്ടി തൻ്റെ പോക്കറ്റിൽ തപ്പി. ആ തോക്ക് തന്നെയായത്. അവൾ കുലുങ്ങിച്ചിരിച്ചു. ഒരു സെക്കൻഡ് നേരത്തേക്ക് പെണ്ണിൻ്റെ ചൂട് കിട്ടിയപ്പോഴേക്കും എല്ലാം മറന്നുപോയല്ലേ? വാട്ട് യു വാണ്ട് പാർവതി? ഞാൻ പറഞ്ഞില്ല പ്രഭാകരനെ വിളിച്ചോളാം. നീ ഇനി ഈ വിഷയത്തിൽ ഇടപെടേണ്ട കാര്യമില്ല. മിൽട്ടൻ്റെ മുഖത്തെ ചമ്മൽ വ്യക്തമായിരുന്നു. ഞങ്ങൾക്കൊരു ഉറപ്പിനെങ്കിലും എന്തെങ്കിലും വേണ്ടേ മിൽട്ടൺ? പാർവതി ചിരിച്ചു. എവിടെ? ആ കുട്ടി എവിടെ? ആ കുട്ടി ഇവിടെയില്ല. ഡേവിഡ് അവളെ ഇവിടെ നിന്ന് കൊണ്ടുപോയി. മിൽട്ടൺ അറിയാതെ ബെഡ്റൂമിൻ്റെ ദിശയിൽ നോക്കിപ്പോയി. ഓഹോ, എല്ലാം വളരെ പ്ലാൻഡ് ആണല്ലേ. നിങ്ങളൊന്നകത്ത് കയറി നോക്കിക്കേ. അവൾ തിരിഞ്ഞ് കൂട്ടാളികളോട് ആവശ്യപ്പെട്ടു. താൻ ഇടപെടാറായി എന്നറിഞ്ഞ നതാലിയ പതുക്കെ ഹാളിലേക്ക് ഇറങ്ങി നടന്നു. ആഹാ, അപ്പോഴേക്കും കൂട്ടുകിടക്കാൻ ഒരെണ്ണത്തിനെ സംഘടിപ്പിച്ചോ? സനാതനയിൽ കിടന്ന് വല്ലാതെ വീർപ്പുമുട്ടുകയായിരുന്നു അല്ലേ മിൽട്ടൺ? പാർവതിയുടെ മുഖത്ത് ഒരു കള്ളച്ചിരി വിടർന്നു. എവിടുന്ന് കിട്ടി ഈ ജാതി ഒന്നിനെ? നോർത്താണല്ലോ. തൻ്റെ ഗോവ കണക്ഷൻ വഴിയാണോ? ആ ചോദ്യം നതാലിയയ്ക്ക് വല്ലാതെ അങ്ങ് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. തല ചെരിച്ചു പിടിച്ച് സാഗൂതം നോക്കി നിന്നു അവൾ പാർവതിയെ. ഇവളെയും കൂടി പിടിച്ച് വണ്ടിയിലേക്ക് ഇട്ടോട്ടെ? ഗുണ്ടകളിൽ ഒരുത്തൻ മനോജ് ചോദിച്ചു. പറയാൻ പറ്റില്ല, വല്ല ആവശ്യം വന്നാലോ? ഒരു വൃത്തികെട്ട ചിരിയുണ്ടായിരുന്നു അവൻ്റെ മുഖത്ത്. 18 വയസ്സുള്ള ഒരെണ്ണമാ അകത്ത് കിടക്കുന്നേ. അതുപോരെ നിനക്കൊന്നും, വൃത്തികെട്ടവന്മാർ. പറഞ്ഞ പണിയെടുക്കടാ. അവൾ ശബ്ദമുയർത്തി. നതാലിയെ നോക്കി കീഴ്ചുണ്ട് കടിച്ചു പിടിച്ച് ഒരു കണ്ണടച്ചു പിടിച്ച് ആന തലയാട്ടും പോലെ തലയാട്ടിക്കൊണ്ട് അകത്തേക്ക് നടക്കുകയായിരുന്നു മനോജ്. എവറ്റെ പോകുന്നു? നതാലിയ ഒന്ന് ചുവടുമാറ്റി അവൻ്റെ മുന്നിലെത്തി. ദേണ്ടടാ, ഇത് മലയാളം പറയുന്നു. ഇതിനെ എന്തായാലും നമുക്ക് കൊണ്ടുപോകണം. മനോജ് മറ്റവനെ നോക്കി ആവേശത്തോടെ വിളിച്ചു പറഞ്ഞു. മറ്റവൻ മാത്തുക്കുട്ടി മുൻവാതിൽ ലോക്ക് ചെയ്യുന്ന തിരക്കിലായിരുന്നു. നതാലിയ ശബ്ദമില്ലാതെ ചിരിക്കാൻ തുടങ്ങി. മാത്തുക്കുട്ടിയെ നോക്കി ചുണ്ടുകൾ കടിച്ചു പിടിച്ചാണ് ചിരി. പതിയെ പതിയെ അത് പൊട്ടിച്ചിരിയായി മാറി. പാർവതിയും ഗുണ്ടകളും അമ്പരന്നുപോയി. ഇതെന്ത് പറ്റി? മിൽട്ടണും അവളെ സൂക്ഷിച്ചു നോക്കുകയായിരുന്നു. സോറി. നതാലിയ കൈകളുയർത്തി ചിരി നിർത്തി. ആ മന്ദബുദ്ധി ഡോർ ലോക്ക് ചെയ്ത് കണ്ട് തിരിച്ചു പോയതാണ്. അടി തുടങ്ങിക്കഴിയുമ്പോൾ ഒന്നിറങ്ങി ഓടണമെങ്കിൽ നിങ്ങളൊക്കെ ഇനി എന്തു ചെയ്യുമെന്ന് ഓർത്തുപോയി. അവൾ വീണ്ടും കുലുങ്ങിച്ചിരിച്ച്. ആരാ ഇവൾ? പാർവതി ഞെട്ടി മിൽട്ടനെ നോക്കി. നതാലിയുടെ സംസാര രീതി കേട്ടതും അവൾ അപകടം മണത്തു കഴിഞ്ഞു. ഐ തിങ്ക് യു ആർ അബൌട്ട് ടു ഫൈൻഡ് ഔട്ട്. നിനക്കത് ഉടനെ തന്നെ മനസ്സിലായിക്കൊള്ളും. മിൽട്ടന്റെ മുഖത്തും ഒരു പുഞ്ചിരി വിടർന്നു.